ഞാനിവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പണ്ട് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. അത് 17-ാം നൂറ്റാണ്ടിലാണ് സംഭവിച്ചത്. അന്ന് ഈ അമ്പലത്തിൽ പരമശിവം എന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ പൂജാരിയായി ജോലി നോക്കിയിരുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായ ചർമ്മരോഗം ബാധിച്ചിരുന്നു. ഇദ്ദേഹം പല വൈദ്യന്മാരെയും കൊണ്ട് ചികിത്സിപ്പിച്ചെങ്കിലും അതിൻ്റെ ഒന്നും ഫലം ഉണ്ടായില്ല. ഇദ്ദേഹം ആ അമ്പലത്തിലെ പൂജാരി മാത്രമായിരുന്നില്ല, ഒരു വലിയ കൃഷ്ണഭക്തനും കൂടിയായിരുന്നു. അങ്ങനെയിരിക്കെ ഇദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു. ഉറക്കത്തിൽ അദ്ദേഹം ശ്രീകൃഷ്ണനെ സ്വപ്നം കണ്ടു. ഭഗവാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: നാളെ പുലർച്ചെ നിന്റെ നടയിൽ സമർപ്പിക്കുന്ന മഞ്ഞൾ എടുത്ത് നിന്റെ ശരീരമാകെ പുരട്ടണം. ഇത് 7 ദിവസം തുടർച്ചയായി ചെയ്യുകയും വേണം. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞത് ഒരു ഏകാദശി ദിവസത്തിലായിരുന്നു. അടുത്ത ദിവസം മുതൽ ആ പൂജാരി അങ്ങനെ ചെയ്തു തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം പരമശിവത്തിൻ്റെ പുലർച്ചയിൽ അസൂയാലുക്കളായ മറ്റു പൂജാരിമാർ ആ മഞ്ഞൾ അവിടെ നിന്നും എടുത്തു മാറ്റി. അന്ന് രാത്രി ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നിന്ന് വേർപ്പ് പൊടിഞ്ഞു തുടങ്ങി. ആ ക്ഷേത്രമഞ്ഞളിൻ്റെ വിചിത്രമായ ഒരു സുഗന്ധം നിറയുകയും ഉണ്ടായി. അത് ശ്രീകൃഷ്ണൻ ഈ മഞ്ഞൾ പൊടി വിഗ്രഹത്തിൽ കൂടെ വേർപ്പ് രൂപത്തിൽ വരുത്തിയത് തൻ്റെ ഭക്തനായ ആ പരമശിവത്തിന് മഞ്ഞൾ പൊടി കിട്ടാതിരുന്ന് വിഷമിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ രൂപത്തിൽ വേർപ്പിൻ്റെ രൂപത്തിൽ മഞ്ഞൾ വിഗ്രഹത്തിലാകെ വരുവാനിടയായത്. അടുത്ത ദിവസം രാവിലെ മറ്റ് പൂജാരിമാർ ആ വിഗ്രഹത്തിലാകെ മഞ്ഞൾ നിറഞ്ഞിരിക്കുന്നത് കാണാനിടയായി. തൻ്റെ ഭക്തനായ പരമശിവം ശരീരത്തിലെടുത്ത് പുരട്ടുവാനുള്ള മഞ്ഞളിന് വേണ്ടി ബുദ്ധിമുട്ട് വരാതിരിക്കുന്നതിന് ചെയ്തതാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്തതെന്ന് പൂജാരികൾക്കപ്പം മനസ്സിലാവുകയും ചെയ്തു. ഈ കാഴ്ച കാണാനിടയായ ആ പൂജാരിമാർ തങ്ങൾ ഒളിപ്പിച്ചു വെച്ച മഞ്ഞൾപ്പൊടി പരമശിവത്തിന് തിരികെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 7 ദിവസം തുടർച്ചയായി ഈ മഞ്ഞൾപ്പൊടി ശരീരമാകെ പുരട്ടിയതിൽ നിന്നും അതിൻ്റെ ഫലമായി പരമശിവത്തിൻ്റെ ചർമ്മരോഗം പൂർണ്ണമായി ഭേദമാവുകയും ചെയ്തു. ഈ സംഭവം നടന്നതിന് ശേഷമാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ മഞ്ഞൾ അർച്ചന വഴിപാടായി നടത്തുവാൻ തുടങ്ങിയത്. ഈ മഞ്ഞൾ പൊടി അർച്ചന ഏത് രോഗത്തിനുമുള്ള മരുന്നാണെന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്നു. എൻ്റെ ഭക്തൻ്റെ വേദന എൻ്റെയും വേദനയാണെന്ന് ഉള്ള കൃഷ്ണഭഗവാന്റെ വാക്കുകളാണ് ഈ കാര്യത്തിന് ആധാരമായുള്ളത്. പണ്ട് ഗുരുവായൂരിൽ മേൽപ്പത്തൂരിൻ്റെ വാതരോഗം വന്നപ്പോൾ ശ്രീകൃഷ്ണൻ മാറ്റിക്കൊടുത്ത കഥയും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇപ്രകാരം ശ്രീകൃഷ്ണൻ്റെ കഥ പൊതുവായി നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പലതരത്തിൽ ഉള്ള അത്ഭുതങ്ങളും ഭഗവാൻ കാണിച്ചിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ഈ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ, തിരുവനന്തപുരത്തുള്ള പേരൂർക്കട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ അതുകൊണ്ട് 1 മാസം മുമ്പ് ഞാൻ ഈ ചാനലിലിട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതും എല്ലാം കാണുക. അതിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആ അമ്പലത്തിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചുമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ക്ഷേത്രങ്ങളുടെ വീഡിയോ ഇടുന്നുണ്ട്. ഇടയ്ക്ക് മഹാന്മാരുടെ വീഡിയോയും കൂടി ഇടും. ഇനി നാളെ കാണാം.